ഹായ് കൂട്ടുകാരെ, ഇന്ന് നമുക്ക് സെൻറ്റർ ക്ലിപ്പേൽ കുറച്ച് ഡെക്കറേഷൻ പണികളൊന്ന് ചെയ്ത് നോക്കിയാലോ? അപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് ഇങ്ങനത്തെ ഫ്ലവറൊക്കെ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് ഫോം ഫ്ലവറും അല്ലാത്ത ടൈപ്പ് ഫ്ലവറും ഒക്കെ ഞാൻ വാങ്ങിച്ചൊക്കെ കൂടെ പല കളറ് ഇങ്ങനെ എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ടായിരുന്നേ. അപ്പോൾ അതൊക്കെ കൂടെ വെച്ചിട്ട് സെൻറ്റർ ക്ലിപ്പേലൊന്ന് ഡെക്കറേഷൻ ചെയ്ത് നോക്കിയാലോ? ഇങ്ങനത്തെ വാങ്ങിച്ച ഫ്ലവറുകളൊക്കെ നമ്മുടെ കയ്യിൽ ഇരിപ്പുണ്ടെന്നുണ്ടെങ്കിൽ പണി എളുപ്പമുണ്ട് കേട്ടോ. നമുക്ക് പെട്ടെന്ന് ഒരു 5-10 മിനിറ്റ് കൊണ്ടൊക്കെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതിനായിട്ട് ഞാൻ എൻ്റെ കയ്യിലിരുന്ന കുറച്ച് ഫ്ലവറും കുറച്ച് പോളനൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ പല കളറും മിക്സായിട്ട് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു ഫോം ഫ്ലവർ ആദ്യം ഒട്ടിച്ചു കൊടുത്തു. അപ്പോൾ വിചാരിച്ചു എന്നാൽ അതിൻ്റെ അറ്റത്തായിട്ട് പോളൻ ഒരെണ്ണം വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു. ഓരോന്ന് ചെയ്തു വരുമ്പോൾ അപ്പം നമുക്ക് തോന്നുന്ന ഓരോ ഐഡിയയൊക്കെയാണ് കേട്ടോ. അന്നേരം നമ്മൾ മാറ്റിയും തിരിച്ചുമൊക്കെ പിന്നെയും ചെയ്യും. അങ്ങനെ അറ്റത്തൊരു പോളൻ വെച്ചിട്ട് ഒരു ഫോം ഫ്ലവർ ഒട്ടിച്ച് കൊടുത്തപ്പോൾ തോന്നി, ആദ്യം ഞാൻ വിചാരിച്ചത് അതിൻ്റെ ഇടയ്ക്കൂടെയൊക്കെ ഓരോ പോളൻ വെച്ചിട്ട് ചെയ്യാമെന്നാണ് വിചാരിച്ചത് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി എന്നാൽ കുറച്ച് മുത്തും കൂടെ വെച്ച് കൊടുക്കാമെന്ന്. അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് വൈറ്റും ഗോൾഡനും കളറ് മുത്തുകൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഗിയർ വയറിലൊന്ന് ഏറ്റിയാരെയൊക്കെ ചെയ്യുന്നത് പോലെ 2 എണ്ണം വീതം ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. അപ്പോൾ ഇങ്ങനെ ഞാനൊരു 5-6 എണ്ണം ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി മുത്തുകൾ വേണ്ടാന്നുള്ളവർക്ക് പോളൻ തന്നെ വേണമെങ്കിൽ വെച്ചാലും മതി. അപ്പോൾ നമ്മുടെ വീഡിയോസിനൊക്കെ ലൈക്കൊക്കെ ഒത്തിരി കുറവാണ് കേട്ടോ. അപ്പോൾ വ്യൂസിനനുസരിച്ചുള്ള ലൈക്കൊന്നും വരുന്നില്ല. അപ്പോൾ ആദ്യമേ തന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ ഞാൻ 120ൻ്റെ ഒരു കിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ബീഡ്സ് വെച്ചിട്ട് ചെയ്യുന്ന ബീഡ്സ് ഹെയർ ബാൻഡിൻ്റെ ഒരു 3 എണ്ണം ചെയ്യാനുള്ള ഒരു കിറ്റായിരുന്നു കേട്ടോ അത്. അപ്പോൾ ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവരൊന്ന് കണ്ടു നോക്കണേ. അപ്പോൾ ആ കിറ്റ് ആർക്കെങ്കിലും ഇനി വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ ഞാൻ നമ്പർ കൊടുത്തേക്കാം, അതിലേക്കൊന്ന് മെസ്സേജ് അയച്ചാൽ മതിയേ. അതുപോലെ തന്നെ ഞാൻ ഇങ്ങനെ ഇതുപോലെ ചെയ്യുന്ന ഐറ്റംസ് ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അതും മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ 2 വശത്തുമായിട്ട് ഞാൻ ഓരോന്നും ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഫോം ഫ്ലവർ അല്ല കേട്ടോ, ഇത് വേറെ ഒരു ടൈപ്പ് ഫ്ലവറാണ്. അപ്പോൾ അതൊരു പച്ച കളർ ഫ്ലവർ ഞാൻ അതിന് ശേഷം ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ നീളം, ആ കമ്പിയുടെ നീളമൊക്കെ ഞാൻ നോക്കി അഡ്ജസ്റ്റ് ചെയ്ത് വെട്ടിക്കളഞ്ഞൊക്കെയാണ് കേട്ടോ ഒട്ടിക്കുന്നത്. ഇപ്പം വീതി കുറവായതുകൊണ്ട് ചെറിയ നീളം മതിയായിരുന്നു. അപ്പോൾ വീണ്ടും അപ്പുറവും ഇപ്പുറവുമായിട്ട് ഓരോന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പം വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാരായിട്ടുള്ളവർക്ക് ഒരു ചെറിയ വരുമാനം ഒക്കെ ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് ഈ ഒരു ബിസിനസ് നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ. നമുക്ക് ചെറിയ മുടക്കേ ഉള്ളൂ ഇതൊക്കെ തുടങ്ങാനായിട്ട്. വലിയ പൈസ മുടക്കി നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് അത് സക്സസ് ആയില്ലെങ്കിൽ പിന്നെ നമ്മളതിന് വിഷമിച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ നമുക്ക് 10-200 രൂപയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തുടങ്ങാൻ പറ്റും. അപ്പോൾ അങ്ങനെ ആഗ്രഹിച്ചിരിക്കുന്നവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ ഇങ്ങനത്തെയൊക്കെ. അപ്പോൾ അടുത്ത ഫ്ലവർ ഞാൻ ഒട്ടിച്ചു കൊടുത്തിട്ട് അതുപോലെ തന്നെ 2 വശത്തും ബീഡ്സ് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി അതിൻ്റെ അറ്റത്തായിട്ട് ഫസ്റ്റിലെ ചെയ്ത പോലെ തന്നെ ഒരു പോളൻ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്.
ആ പോളൻ്റെ തണ്ടിലേക്കും കൂടി ഒരു കുറച്ച് പശയും കൂടെ തേച്ച് കൊടുക്കണം കേട്ടോ. എന്നിട്ട് നമ്മൾ ഫ്ലവർ ഒട്ടിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ചെറിയ ഫ്ലവർ ആയതുകൊണ്ട് പശ കറക്റ്റായിട്ട് പിടിക്കത്തില്ല. അപ്പോൾ അങ്ങനെ ഞാൻ ലാസ്റ്റത്തെ ഫ്ലവറും ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫ്ലവർ അവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ സെൻറ്റർ ക്ലിപ്പിലേക്ക് നന്നായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്യണം കേട്ടോ. എന്നിട്ട് അതിലേക്ക് ഒട്ടിച്ച് കൊടുക്കുക. ഒരു ഫങ്ഷനൊക്കെ പോകുമ്പോഴൊക്കെ നമുക്ക് വെച്ചുകൊണ്ട് പോകാവുന്ന ക്ലിപ്പാണ് കേട്ടോ ഇത്. ഒത്തിരി ഹെവി ആയിട്ടുള്ള വർക്കൊന്നും താല്പര്യമില്ലാത്തവർക്കൊക്കെ സിമ്പിളായിട്ടുള്ളൊരു വർക്കാണിത്. അപ്പോൾ എങ്ങനെയുണ്ട്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? ആരും കമൻ്റൊന്നും ഇടുന്നില്ല കേട്ടോ. 1-2 പേരൊക്കെ കമൻ്റൊക്കെ ഇടുന്നുള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടില്ലേ ഓരോ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻ്റായിട്ട് ഇടണം കേട്ടോ. അപ്പോൾ അതിൻ്റെ അടിയിലേക്കായിട്ട് ഞാൻ ഫെൽറ്റ് ഷീറ്റിൻ്റെ ചെറിയൊരു പീസും കൂടി ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പെട്ടെന്നൊന്നും പറഞ്ഞു പോകാതെ കുറച്ചുകൂടെ സേഫായിട്ടിരിക്കാൻ വേണ്ടിയാണ് കേട്ടോ അതേ കൂട്ടി ഒന്ന് ഒട്ടിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഫെൽറ്റ് ഷീറ്റ് അല്ലെങ്കിൽ ക്യാൻവാസിൻ്റെ ഷീറ്റ് ഏത് വേണമെങ്കിലും നമുക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ സിമ്പിളല്ലേ ചെയ്യാൻ. പാർട്ടി വെയർ ആയിട്ടുള്ള ഐറ്റംസൊക്കെ നമ്മൾ വലിയ വില കൊടുത്തൊക്കെ വാങ്ങിക്കേണ്ട ഒരാവശ്യമില്ല. നമുക്കിങ്ങനെയൊക്കെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.